ഗായത്രി, വെരി ഗുഡ് മോർണിംഗ് ഗായത്രി. ഇന്നിപ്പോൾ കോർപ്പറേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഗായത്രി. ഗായത്രിയുടെ പേര് പറഞ്ഞൊരു വിമർശനം അവർ ഉന്നയിക്കുന്നുണ്ട്, ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നമ്മളത് വിശ്വസിച്ചിട്ടില്ല. ഗായത്രി ഇവരെ ജാതിപ്പേര് പറഞ്ഞ് കളിയാക്കി അല്ലെങ്കിൽ അധിക്ഷേപിച്ചു എന്നാണ് ഇതിൽ ചില പ്രവർത്തകർ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ ഗായത്രി? അയ്യോ ഇല്ല. ഇന്നലെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ മുമ്പിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനും കോർപ്പറേഷൻ സെക്രട്ടറിയാണ് കോർപ്പറേഷനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. ആ യോഗത്തിൽ ഒരുപാട് പേര് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ പറയലേ ഇപ്പൊ നിർവാഹമുള്ളൂ. ഇങ്ങനെ ഒരു ആരോപണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാ. പക്ഷെ നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, അവർക്ക് ഓഡിയോ മറ്റു തെളിവുകളോ ഒന്നുമില്ല. പക്ഷേ അതെന്താണ് പറയൂ. അതെ, ഞാൻ പറയാൻ വന്നത് അവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇപ്പൊ അദ്ദേഹം തന്നെ ഉന്നയിക്കുന്നത് അദ്ദേഹം ഈ CPM-ന്റെ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളാണ്, CITU ആണെന്നൊക്കെയാണ്. നമ്മൾ കാണേണ്ടത് കേരളത്തിൽ തോട്ടിപ്പണി അവസാനിപ്പിച്ച ഒരു പാർട്ടിയാണ് CPIM. അതുപോലെ മറ്റുള്ള ആളുകളുടെ അവശിഷ്ടമോ ഈ പറയുന്ന നാറുന്ന മാലിന്യമോ കൈകാര്യം ചെയ്യേണ്ടത് ഒരിക്കലും മനുഷ്യരല്ലല്ലോ, പാവപ്പെട്ട തൊഴിലാളികളാണ്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന നേതാക്കളുടെ പിന്നിൽ നിൽക്കുന്നവരെല്ലാം പാവപ്പെട്ട തൊഴിലാളികളാണ്. അവര് എക്കാലവും ഈ നാറുന്ന മാലിന്യം കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എത്തരുത് എന്നുള്ളത് കൊണ്ടാണ് നഗരസഭ പറയുന്നത് അവര് ഹരിതകർമ്മസേനയുടെ ഭാഗമാവണം, നഗരസഭ അവർക്ക് ഒരു വേതനവും ഒക്കെ ഉറപ്പു നൽകിക്കൊണ്ട് സംവിധാനം ഒരുക്കാൻ തയ്യാറാണ്. പക്ഷെ അതെന്തോ അതിന്റെ നേതൃത്വം, എനിക്ക് തോന്നുന്നു ഈ നേതൃത്വമായി നിൽക്കുന്ന ആരും ഈ മാലിന്യം എടുക്കാൻ പോകുന്നവരല്ല. എടുക്കാൻ പോകുന്ന ആളുകളിൽ നിന്ന് തിരിച്ചുമൊക്കെ കഴിയുന്ന ഒരു രീതിയാണ് അവരുടേത്. അപ്പൊ ആ സംവിധാനം നിലയ്ക്കുമെന്ന ഭയം കൊണ്ടാവാം ചിലപ്പോ ഹരിതകർമ്മസേനയിൽ വരാനൊന്നും തയ്യാറാവാത്തത്. അങ്ങനെ ആവരുത്. ഹരിതകർമ്മസേന എന്ന കുടക്കീഴിൽ ഈ സംവിധാനം വരണം എന്ന് പറഞ്ഞതിന്റെ ദേഷ്യത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോ ഇങ്ങനെയൊക്കെ ഒരു ആരോപണം. എനിക്കറിയില്ല. അതായത് ഇത്രയുള്ളൂ ഗായത്രി വിഷയം. ഇവർക്കിപ്പോൾ ലൈസൻസ് ഇല്ലാതെ ഇവരിപ്പോൾ ഈ മാനുവൽ സ്കാവഞ്ചിങ് ചെയ്യുന്നു. അത് കോർപ്പറേഷൻ അംഗീകരിക്കില്ല, കാരണം അത് പാർട്ടി നയവുമല്ല. നിലവിൽ ഇവർക്ക് ഹരിതകർമ്മസേനയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു 100 പേര് ഹരിതകർമ്മസേനയിൽ ചേരാമെന്ന് പറഞ്ഞ അപേക്ഷ തന്നാൽ അതിൽ ഒന്നാമത്തെ പ്രയോറിറ്റി ഈ തൊഴിലാളികൾക്ക് കൊടുക്കണമെന്നും കൂടിയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇവരുടെ തൊഴിൽ അവസാനിക്കുമെന്നുള്ള ഭയമാണ് അവർക്ക് ഇപ്പൊ നിലവിലുള്ളത്. ഒരിക്കലും അത് നമ്മൾ അങ്ങനെ അവരെ കൈയൊഴിയില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് നാളായി തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം ഒരുക്കാൻ ഹരിതകർമ്മസേനയിൽ ചേരണമെന്ന് പറയും. അതെ ഗായത്രി, ഒരു സംശയം കൂടി. ഇവരിപ്പോഴും ഹരിതകർമ്മസേനയിൽ വരാതെ ഇവർ സ്വന്തമായിട്ട് ഇത് എടുക്കാം, ഈ മാലിന്യങ്ങൾ എടുക്കാമെന്ന് പറയുന്നതിന് പിന്നിൽ ഒരു വലിയ എന്തെങ്കിലും ചെറിയ ബിസിനസ് താല്പര്യങ്ങളൊക്കെ ഇവരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ആളുകൾക്കുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇവരെ പ്രതിനിധീകരിച്ചുള്ള എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കുന്ന ആളുകൾ, ഇവരുടെ നേതൃത്വം എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ ഈ കൂടെയുള്ള തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതായി എനിക്ക് വ്യക്തിപരമായും തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ വരുന്ന നേതാക്കളാരും വീടുകളിൽ പോയി ജൈവമാലിന്യം ശേഖരിക്കുന്നവരല്ല. അവര് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയും ഇവരെ ഇങ്ങനെ വീടുകളിലേക്ക് വിടുകയും ആ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യത്തിൽ നിന്ന് ലഭിക്കുന്ന പൈസയുടെ ഒരു തുക, ഒരു വിഹിതം ഇവർ കൈപ്പറ്റുകയും ചെയ്യുന്നു. അത് അവസാനിക്കും. ഹരിതകർമ്മസേനയുടെ ഭാഗമായി തൊഴിലാളികൾ വന്നാൽ ഈ നേതൃത്വത്തിന്റെ ആവശ്യമില്ലാതെ വരുമല്ലോ, അത് അവസാനിക്കും. ആ ഒരു ബിസിനസ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാവാം തൊഴിലാളികളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ച് ഒരു സംഗതി പോകുന്നു. അതെ, മാത്രമല്ല ഈ ലൈസൻസ് ഇല്ലാതെ ഇങ്ങനെ ഈ തൊഴിലാളികളെ മാലിന്യം ശേഖരിക്കാൻ വിട്ടാൽ ഉത്തരവാദിത്വമില്ലാതെ അവർ പലയിടങ്ങളിലും നിക്ഷേപിക്കാനുള്ള സാധ്യതയുമുണ്ട്. കോർപ്പറേഷൻ നിയന്ത്രണമില്ലാതെ പോകും അല്ലേ? തീർച്ചയായും. നമ്മൾ വാഹനങ്ങൾ, ഇവരിപ്പോ ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നം വാഹനങ്ങൾ വിട്ടു നൽകണം എന്നുള്ളതാണ്. വാഹനം നമ്മൾ പിടിക്കാത്തതിന്റെ കാരണം അതിന് ഒരു സംസ്കരണ സംവിധാനം ഇല്ലാത്ത ആളുകൾ ഇത് ശേഖരിച്ചാൽ അവർക്ക് അത് നിക്ഷേപിക്കാൻ സ്ഥലമില്ല. അവർ റോഡിലോ തോട്ടിലോ നിക്ഷേപിക്കുക എന്ന് 100% ഉറപ്പാണല്ലോ. അതുകൊണ്ടാണ് ആമഴിഞ്ചൻ തോടിന്റെ വിഷയമൊക്കെ നമുക്കറിയാലോ. ആ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ എൻഫോഴ്സ്മെന്റ് ഒക്കെ ഇനി പ്രേക്ഷകർ തീരുമാനിക്കുക. ഗായത്രി അതിനകത്ത് വളരെ വ്യക്തമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു ഗായത്രി, താങ്ക് യു. എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വകുപ്പുകളിലെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ടവർക്ക് പ്രവർത്തിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ആദ്യ പ്രയോറിറ്റി ഈ തൊഴിലാളികൾക്ക് കൊടുക്കാം എന്നാണ് പറയുന്നത്.